മഴ തന്നെയാണ് നമുക്ക് വില്ലനായി മാറുന്നത്. ഇടവിട്ട് അതിശക്തമായ മഴ ഇവിടെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശക്തമായ മഴ പെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി മണ്ണ് ഇടിയാനുള്ള ഒരു സാധ്യതയാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ആകുന്നത്. അതുപോലെ മണ്ണ് മാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായും അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ചെയ്തതുപോലെയുള്ള ഒരു വലിയ രക്ഷാപ്രവർത്തനത്തെ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് 5 പേരെയാണ്. ഈ 5 പേരെ കണ്ടെത്തുക എന്നുള്ളത് ഇന്നിപ്പോൾ ദൗത്യം ആരംഭിച്ചിട്ട് ഈ ദുരന്തം നടന്നിട്ട് 3-ാമത്തെ ദിവസം പിന്നിടുകയാണ്. ഈ 3-ാമത്തെ ദിവസം അവർ മണ്ണിനടിയിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതിൽ ഇനി കണ്ടെത്താനുള്ള 5 പേർ എന്ന് പറയുന്നത്, ഒന്ന് വിക്രം റാണ, അവർ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മാനേജറായിരുന്നു, ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്. മറ്റൊന്ന് രാഹുലാണ്, അത് ഇവിടുത്തെ എഞ്ചിനീയറാണ്, അദ്ദേഹവും ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്. അതുപോലെ മുഹമ്മദ് ഇമ്രാൻ, അദ്ദേഹം എക്സ്കവേറ്റർ ഓപ്പറേറ്ററാണ്, ബീഹാർ സ്വദേശി. അതുപോലെ രാകേഷ് ഗുച്ചേദ് അവിടുത്തെ സർവൈവറാണ്, പശ്ചിമ ബംഗാൾ സ്വദേശി. അതുപോലെ അസ്ഹറുദ്ദീൻ അൻസാരി, സർവൈവർ, ഉത്തർപ്രദേശ് സ്വദേശി. ഇങ്ങനെ ഈ 5 പേരെയാണ് ഇനി നമുക്ക് ഇവിടെ നിന്നും കണ്ടെത്താനുള്ളത്. അവർക്കായുള്ള തിരച്ചിൽ ഇന്ന് 3-ാം ദിവസവും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ തിരച്ചിൽ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇന്നലെ ഉണ്ടായിരുന്നത് പൂർണ്ണമായിക്കൊണ്ടും JCBയും ഹിറ്റാച്ചും കഡാവർ ഡോഗുകളും മെറ്റൽ ഡിറ്റക്ടറും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നടത്തിയത്. ഇന്നും സമാനമായിട്ടുള്ള തെരച്ചിലിന് തന്നെയായിരിക്കും ഈ രക്ഷാപ്രവർത്തകർ മുൻകൈ നൽകുക. അതിന് ഏറ്റവും പ്രധാനമായി നേരത്തെ നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ 4 സോണുകളിലായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടക്കുക. അതിൽ 3-ാമത്തെ സോൺ, അത് പുഴയോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അവിടെ കൂടുതലായിട്ടുള്ള ഒരു തിരച്ചിൽ നടക്കും. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ ആളുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്കാണ്. ഈ കുത്തൊഴുക്കിൽപ്പെട്ട് ആരെങ്കിലും ഒലിച്ചു പോയിട്ടുണ്ടോ എന്നൊരു സംശയവും രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ഭാഗത്തേക്കായിട്ട് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ NDRFും ഫയർഫോഴ്സിൻ്റെയും പ്രത്യേക ടീം ഈ പുഴ ഒഴുകിപ്പോകുന്ന ഭാഗത്തിലെ ഇരുവശങ്ങളിലായും പുഴയിലും ഒരു തെരച്ചിൽ നടത്തും. അങ്ങനെയാണ് ഇന്നത്തെ ഒരു തെരച്ചിലിൻ്റെ രീതി നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അത്തരത്തിലുള്ള തിരച്ചിലുകൾ ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മീനാക്ഷി പാലത്തിന് മുകളിലാണ്. ഇന്നലെ ഒക്കെ ഈ വലിയ തരത്തിലുള്ള ഒരു മൺകൂനയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഒരു പാലത്തിന് മുകളിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വഴി പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും റെസ്ട്രിക്ഷൻസ് പൂർണ്ണമായും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടുന്നില്ല. പ്രദേശവാസികൾക്ക് പ്രയാസമില്ലാതെ കടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ഇവിടേക്ക് കാണാൻ വരുന്നതോ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളോ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് അനാവശ്യമായി ഒരു യാത്രക്കാരും ഇങ്ങോട്ട് വരരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കും. അതുപോലെ പ്രദേശവാസികൾക്ക് ഏതെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഒരു ബസ് പുഴയിൽ കുടുങ്ങിയിരുന്നു. ആ ബസ് ഇന്നലെ പൂർണ്ണമായും പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഈ ദുരന്ത മുഖത്ത് നിന്ന് മാറ്റാൻ കഴിയേണ്ട കാര്യങ്ങൾ, അതായത് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്നും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മുഖ്യമന്ത്രി ഈ ദുരന്തമുഖം സന്ദർശിച്ചിരുന്നു. ആ മുഖ്യമന്ത്രിയും കൃത്യമായിക്കൊണ്ട് ഇതിന് ഈ അപകടം നടക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും അതിന് എന്താണ്, അതിൽ ആരെങ്കിലും കുറ്റക്കാരുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കമ്പനിയുടെയോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കുമെന്നും അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ ഒരു ഭാഗത്ത് തകർന്ന വീടുകളുണ്ട്. ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒരു ആശങ്കയുണ്ട്. ഇനി മണ്ണിടിയുമോ എന്നുള്ള ആശങ്ക, തിരിച്ച് ഇവിടേക്ക് വരാൻ കഴിയുമോ എന്നുള്ള ആശങ്ക, അതൊക്കെ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. അവർക്ക് ഏതെല്ലാം തരത്തിൽ പുനരധിവാസം സാധ്യമാക്കാൻ കഴിയുമോ അതെല്ലാം സാധ്യമാക്കുമെന്നുള്ളതും മുഖ്യമന്ത്രി ഇന്നലെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇനി ആശുപത്രിയിൽ കഴിയുന്നവരുടെ കാര്യമാണ്. 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ബാക്കിയുള്ള 7 പേരാണ് ഇനിയും ബാക്കി ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇനിയുള്ളത് ഈ ഭാഗത്തെ ആളുകളുടെ ക്യാമ്പുകളിൽ കഴിയുന്ന ഒരു കണക്കാണ്. 48 കുടുംബങ്ങളിലായി 113 ആളുകളാണ് മേപ്പാടി പോളിടെക്നിക് കോളേജിൽ ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപകട സാധ്യതയെ മുൻനിർത്തി ഈ മീനാക്ഷി പാലത്തിനോട് സമീപത്ത് നിൽക്കുന്ന ആളുകളെ, കുടുംബങ്ങളെയും അതുപോലെ ഈ പാലത്തിന് താഴ്ഭാഗത്തായി താമസിക്കുന്ന ആളുകളെയുമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. അവരൊക്കെ ഇനി
സുരക്ഷിതമായി ഇവിടേക്ക് തിരിച്ചു വരുന്നത് വരെ ക്യാമ്പുകളിൽ തന്നെ തുടരാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഇനി അവരുടെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു ഉറപ്പും അവരുടെ കാര്യങ്ങൾ കൂടെ സുരക്ഷയും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ക്യാമ്പുകളിൽ അവരോട് തുടരാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ മണ്ണ് പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന ഈ മീനാക്ഷി പാലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് 4 ഗ്രാമങ്ങളുണ്ട്. പുത്തുമല, ചൂരൽമല, അട്ടമല, ഏലവയൽ ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളുണ്ട്. കള്ളാടി പ്രദേശത്ത് ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്നും അവിടുത്തെ ആളുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ, അവശ്യ വസ്തുക്കളും മരുന്ന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അതൊക്കെ ഉദ്യോഗസ്ഥർ എത്തിക്കുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ചൂരൽമല ഭാഗത്ത് താമസിക്കുന്ന ആളുകളുടെ കാര്യമാണ്. അവരുടെ കാര്യം ഏറ്റവും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ജിൽസി. ഇത് പൂർണ്ണമായും ഈ പ്രദേശം ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഈ ചൂരൽമല ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് അവിടെ അത്യാവശ്യമായ ഒരു മെഡിക്കൽ സംവിധാനം പോലും ഇല്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ മറ്റൊരു കാര്യം. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു മെഡിക്കൽ എമർജൻസിയോ ആർക്കെങ്കിലും അത്യാവശ്യമായി ആശുപത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവിടെ അവർക്കൊരു മെഡിക്കൽ ടീമിനെയും കൃത്യമായി കൊണ്ട് ഒരുക്കണമെന്നുള്ള ആവശ്യം അവിടുത്തെ ആളുകൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇനി ഇവിടെ കണ്ടെത്താനുള്ള ആളുകളെ കുറിച്ചാണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്ന് 3-ാം ദിവസവും ശ്രമം തുടരുകയാണ്. ഇന്നും ഇന്നലെ ചെയ്തതുപോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയായിരിക്കും ഇന്നും നടത്തുക. ഒരുപക്ഷെ കൂടുതൽ ഫോഴ്സിനെ ഇന്ന് എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 3 ദിവസം പിന്നിടുകയാണ്. ഒരു പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് എന്തായാലും ചെറിയൊരു മണ്ണിടിച്ചിൽ മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മറ്റ് ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിനോദസഞ്ചാരികൾ ആരും ഈ ഒരു പ്രദേശത്തേക്ക് വരരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.